ഒരു റീൽസ് കണ്ട് ഒറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ചാണ് ഈ യാത്ര. ഏകദേശം ഈ ട്രക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഇന്നുണ്ടാകാൻ പോകുന്ന കഷ്ടപ്പാട് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ നേരെ കാണുന്ന സ്റ്റെപ്പുകൾ വഴി കയറി വളഞ്ഞും തിരിഞ്ഞും മേലെ കാണുന്ന 2 മലകളിലും കയറണം. ഏകദേശം 3-3.5 കിലോമീറ്റർ വൺ സൈഡ് 2 മണിക്കൂറോളം നടക്കാനുണ്ട്. അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെരുപ്പിടാനുള്ള അനുവാദമില്ല. വെറുങ്കാലിൽ തന്നെ നടന്നു കയറി പോകണം. ഏതായാലും പോകുന്ന വഴിക്ക് കൊരങ്ങന്റെ അനുഗ്രഹം ഒരുപാട് കിട്ടും. അതിപ്പോ നേരിട്ടും നടക്കുന്ന വഴിയിലൊക്കെ ആയിട്ട് ആവശ്യത്തിന് നമുക്ക് സ്വീകരിക്കാം. ഏകദേശം 1500 സ്റ്റെപ്പും കയറി ഈ താഴോട്ട് കാണുന്ന അത്രയും ദൂരം നടന്ന് കയറി വരുമ്പോഴാണ് ഒരു ഗേറ്റ് കാണും. ഈ ഗേറ്റിൽ നിന്ന് ഒരു സൈഡില് തെക്കേമലയും ഒരു സ്ഥലത്ത് വടക്കേമലയുണ്ട്. ഏതായാലും ഞാൻ ആദ്യം ഈ ഭാഗത്തേക്ക് പോവാന്ന് വെച്ചു. ഏകദേശം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഈ ഒരു പോയിന്റിൽ വന്ന് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോക്കാണ് പതിവ്. എന്താ കാരണം എന്ന് വെച്ചാല് ഇവിടെ നിന്ന് നമ്മൾ ആ മലയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നടക്കണം 1.5 കിലോമീറ്ററോടെ. ഏതായാലും ഒരു സ്ഥലത്തെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അതിന്റെ ഫൈനൽ വ്യൂ വരെ കാണുന്നതാണ് എന്റെ ഒരു ശീലം. അതിപ്പോ എത്ര എക്സ്ട്രീം ലെവലിൽ പോകേണ്ട വന്നാലും ഞാനത് പോകാറുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കും അത്യാവശ്യത്തിന് കുറെ കാഴ്ചകളൊക്കെ കാണാനുണ്ട്, കുറെ തടാകങ്ങളുണ്ട്, പിന്നെ വീണ്ടും ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ ഏകദേശം കാണുന്ന മല തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ വിചാരിക്കുമെങ്കിലും കയറി പോകെ ഈ മല അങ്ങനെ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മള് അങ്ങ് ആ കാണുന്ന പോയിന്റ് നിന്ന് ഇതുവരെ നടന്നു വന്നേ. ഇനിയും നടക്കാനുണ്ട് ഇത്രയും ദൂരം കൂടി. ഏതായാലും മലയുടെ ഏറ്റവും പൊങ്ങിയ സ്ഥലത്ത് എത്തിയോണ്ട് തന്നെ നല്ലോണം മഞ്ഞുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാലും പുണ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ മലേനെ ചുറ്റി വരണം. അവ ചുറ്റി വരുന്നതിന്റെ ഇടയ്ക്കാണ് ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. അതിന്റെ അകത്ത് ഈ കാണുന്ന പോലത്തെ വിഗ്രഹങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് തൊട്ട് താഴേക്ക് വലിയ കുഴിയാണ്. ഏതായാലും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മതിലുകൾ കെട്ടി തന്നിട്ടുള്ളതുകൊണ്ട് പേടിക്കാതെ അവിടെ നിൽക്കാൻ പറ്റും. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ കൊടുങ്കാറ്റ് വീശുന്ന പോലെ കാറ്റ് തുടങ്ങി. കുറച്ചേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആ കാണുന്ന മല കാണാൻ വേണ്ടി നടപ്പ് തുടങ്ങിയ